ഒത്തൻറ്റിക് ബിരിയാണി എന്നല്ലെങ്കിലും ഇന്നൊരു അടിപൊളി ബിരിയാണിയാണ്. ആരാ ഇത് ഉണ്ടാക്കുന്നതെന്നോ? നമ്മുടെ വീട്ടിലെ ഷെഫ് ആണെന്ന വിചാരം, പക്ഷേ അങ്ങനെയൊന്നുമല്ല. കരിമുട്ടി പോലെയാണ്. 40 മിനിറ്റ്സ് എന്ത് ചെയ്യാ, ഇതങ്ങോട്ട് അടിക്കുക. വേറൊന്നും ചിന്തിക്കേണ്ട. 40 മിനിറ്റ്സ് എന്നിട്ട് കറുത്ത് ഇങ്ങനെ കരിമുട്ടി പോലെ ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ബീഫ്. ഓക്കെ, കുറച്ച് സ്റ്റെപ്പ് കൂടുതലാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. പാകിസ്ഥാനി ബീഫിന് 40 മിനിറ്റ്സ് വേവിച്ചപ്പം എന്താ നല്ല എന്താ സംഭവം. തക്കാളി ലാസ്റ്റ് ദമ്മിടുമ്പോൾ ഇട്ടോളൂ. അപ്പോൾ ആ വിചാരിച്ച ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്പ് ഉപയോഗിച്ച്. അത് മാത്രമല്ല, പാകിസ്ഥാനി ബിരിയാണികൾ, പാകിസ്ഥാനി ബീഫിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് വെന്ത് കിട്ടണം. ഇപ്പോൾ അറൗണ്ട് 40 മിനിറ്റ്സ് വേവിക്കാൻ വേണ്ടി മാത്രം എല്ലാ സംഭവങ്ങളും ഇട്ട് കാണാനൊരു ബീഫ് കറിയാണെങ്കിലും ടേസ്റ്റ് വേറെ ലെവലാണ്. ഇങ്ങനെ ജ്യൂസി ആയി കിട്ടണം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഈ ഓണിയൻ ചോപ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ബിരിയാണിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്ട്രാ ഓണിയൻ ഇട്ടേക്കുന്നത്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ സംഭവം ചേർക്കുന്നത്. ഓക്കെ, ഇതാകുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇട്ടോ ഒന്ന് പുതിന ചപ്പൂട്ടൊന്ന് ഗാർണിഷ് ചെയ്യും. നമ്മുടെ മസാല സൂപ്പർ അടി. അയ്യോ.